ഹായ് ഹലോ വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാവും അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള ഒരു വേഷ്ടിയും മുണ്ടാണ് ഇട്ടത്. ഇത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു കസിൻ്റെതാണ്. തരുണി എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുള്ള കേരള സാരി ആണോ അതോ ഈ ഒരു വേഷ്ടിയും മുണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്? കമൻറ്റ് ചെയ്യുക. ഓക്കെ. വിഷു എന്ന് പറയുമ്പോഴേക്കും കണിക്കൊന്ന, നെയ്യപ്പം, വിഷുക്കോടി, കൈനീട്ടം, ഇതൊക്കെ ഓർക്കുന്നത് കൂടെ തന്നെ ഓർക്കുന്ന ഒരു കാര്യമാണ് ശർക്കരപ്പേരും വറുത്തപ്പേരും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് പാക്ക് കിട്ടിയിട്ടുണ്ട് MP ഓയിലിൻ്റെ വക. അപ്പോൾ അതിൽ ശർക്കരപ്പേരിയും വറുത്തപ്പേരിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമ്മുടെ കമ്പനിയിലും വർക്കേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്നത് ശർക്കരപ്പേരിയും വറുത്തപ്പേരിയുടെയും പാക്കാണ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. വിഷുവിൻ്റെ തലേന്ന് അർച്ചന ഇവിടെ ഉണ്ടായതുകൊണ്ട് സാമ്പാറും കറികളൊക്കെ അന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പം വിഷുവിൻ്റെ അന്ന് ഞങ്ങളുടേതായ ഒരു എല്ലാ നോൺ വെജും കൂടിയിട്ടുള്ള ഒരു സദ്യയാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഈവനിങ് ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഷ്ടിയും മുണ്ടൊക്കെ കൊടുത്തിരുന്ന്. അപ്പം അർച്ചന ഒരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫിലിമിന് പോവുക ചെയ്ത് കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ. അപ്പം നമ്മുടെ വാഴ 2 ആണ് കേട്ടോ മൂവി. നല്ല മൂവി ആയിരുന്നു, ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടിട്ട്. പകുതി ഹാഫ് നല്ല കുറേ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഹാഫ് ശരിക്കും ഇപ്പം നടക്കുന്ന ലൈഫിലെ റിയാലിറ്റി ആയിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഒരുപാട് മെസ്സേജസ് തരുന്നൊരു മൂവിയായിട്ടാണ് എനിക്ക് വാഴ 2 തോന്നിയത്. സെക്കൻഡ് ഹാഫ് ശരിക്കും നമ്മളെ ഇമോഷണലി വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്.